സികൾ എന്താണ്? വി സികൾ യു പ്ലസ് എ ടി വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ സികൾ 2a എസ് സി സികൾ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമ്മൾ ആൾറെഡി പഠിച്ച ലീനിയർ വെലോസിറ്റിയാണ് അല്ലേ? ഇതായിരിക്കും വി സികളുടെ യു പ്ലസ് എ ടി, അതേപോലെ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ സികൾ 2as, അതേപോലെ എസ് സി സികളുടെ എന്താണ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ ഇത് ലീനിയർ വെലോസിറ്റീസ് ആണ്. ഓക്കെ, കാർ മൂവ്സ് വിത്ത് വെലോസിറ്റി, ട്രെയിൻ മൂവ്സ് വിത്ത് വെലോസിറ്റി, സംതിങ് എക്സെട്ര എക്സെട്ര. ബട്ട് ഇതിൽ തന്നെ ആംഗുലാർ മോഷനാണ്, റൊട്ടേഷണൽ മോഷനാണ്. റൊട്ടേഷണൽ മോഷൻ വിക്ക് വരും നമ്മൾ എന്ത് ചെയ്യും? ഒമേഗ 2 എന്ന് എടുക്കാം. ഒമേഗ 2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി, ഒമേഗ 1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി യുവിന് പകരം, പ്ലസ് ആൽഫ ടി. ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് ഒമേഗ ആംഗുലാർ വെലോസിറ്റി ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അതിന്റെ ഫോമുല ഒമേഗ ഇസിക്കൽ എന്താണ്? ഫോമുല 2πn/60 ആണ് ഫോം. അപ്പോൾ ഈ n എന്ന് പറഞ്ഞാൽ RPM ആണ്, റെവല്യൂഷൻസ് പെർ മിനിറ്റ്. അതിന്റെ ടി എന്ന് പറഞ്ഞാൽ ടൈം ഇൻ സെക്കൻഡ്സ്. അടുത്ത അതേപോലെ ഈ വിക്ക് വരെ എന്താണ്? ഒമേഗ 2 സ്ക്വയർ മൈനസ് ഒമേഗ 1 സ്ക്വയർ ഈസികൾ 2 ഇൻറ്റു എക്ക് വരെ ആൽഫ ഇൻ എസിന് വരെ തീറ്റ കൊടുക്കുക. തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര റൊട്ടേഷൻ ഇങ്ങനെ റൊട്ടേറ്റ് ആയെന്ന്, ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എത്ര റൊട്ടേഷൻ ആയെന്ന് കാണിക്കുന്നതാണ് അത്. അതേപോലെ എസിന് വരെ എന്താണ്? വീണ്ടും തീറ്റ റെവല്യൂഷൻ ഇൻ ഒമേഗ 1 ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ടി സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ഫോമുല. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചതിന് വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി വരാം ആംഗുലാർ വെലോസിറ്റിയാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആർമച്ചർ ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ ഹാസ് ആൻ ആംഗുലാർ സ്പീഡ് ഓഫ് 1800 RPM. അപ്പം ആംഗുലാർ RPM ആണ് തന്നിരിക്കുന്നത്. അറ്റ് ഇൻസ്റ്റന്റ് വെൻ ദ പവർ ഈസ് കട്ട് ഓഫ്. അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം പവർ കട്ട് ഓഫ് ആയി. ഓക്കെ, പവർ കട്ട് ഓഫ് ആകുമ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ കട്ട് ഓഫ് ആവുന്നു. ഇഫ് കംസ് ടു റെസ്റ്റ് അറ്റ് 6 seconds. കാൽക്കുലേറ്റ് ആംഗുലാർ ആക്സിലറേഷൻ. അപ്പം നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം, അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഒമേഗ 1 തന്നിട്ടുണ്ട് ഇൻ ദ ഫോം ഓഫ് RPM. അപ്പോൾ 2πn1/60. അപ്പോൾ 2π ഇൻറ്റു എത്രയാണ്? 1800/60 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഒമേഗ 1 കിട്ടും. പവർ കട്ട് ഓഫ് ആകുമ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം എന്താവും? ക്ലോസ് ആവും. കാര്യം എന്താണ്? നമ്മളൊരു ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതിൽ നമ്മൾ പവർ കട്ട് ഓഫ് ആയപ്പോൾ ഫൈനലി അതൊന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യൽ ആംഗുലാർ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി എന്താണ്? 0 ആയിട്ട് മാറും. അറ്റ് ഇറ്റ് കംസ് ടു റെസ്റ്റ്. അത് എത്ര മിനിറ്റ് കൊണ്ട് നിന്നു? 6 seconds കൊണ്ട്. അപ്പോൾ ടി സികൾ എത്രയാണ്? 6 seconds. അപ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ആംഗുലാർ ആക്സിലറേഷൻ. ഫോമുല എന്താണ്? ഒമേഗ 2 ഒമേഗ 1 പ്ലസ് ആൽഫ ടി ആണ് ഫോമുല. അപ്പോൾ ഒമേഗ 2ന് വരെ 0 കൊടുക്കുക, ഒമേഗ 1ന് വരെ 2π ഇൻറ്റു 1800/60 കൊടുക്കുക, പ്ലസ് ആൽഫ ടി. ആൽഫ ആംഗുലാർ ആക്സിലറേഷൻ എത്രയാണ്? തന്നിട്ടില്ല. ഇൻറ്റു ടി എത്രയാണ്? 6 seconds ഇൻറ്റു 6 ചെയ്യുമ്പോൾ ഇതിൽ ആൽഫയ്ക്ക് വരെ എക്സിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആൽഫ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി റെവല്യൂഷൻസ് എന്നാണ് ചോദിക്കുന്നത്. തീറ്റ ഐസികൾ എത്രയാണ്? ഫോമുല എന്താണ്? എസ് സികൾ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ പോലെ ഒമേഗ 1 ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതിൽ ഒമേഗ 1 നമുക്ക് 2π ഇൻറ്റു 1800/60 ഇൻറ്റു ടൈം തന്നിട്ടുണ്ട് എത്രയാണ്? 6 seconds പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫയുടെ വാല്യൂ നമുക്ക് ഇവിടെ ആൾറെഡി കിട്ടിയ വാല്യൂ ആണ്. അപ്പോൾ നമുക്കിവിടെ ആൽഫ എത്രയാണ്? 31.4 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ അതെടുത്ത് ഇവിടെ ചെയ്യണം. 31.4 ഇൻറ്റു ടി സ്ക്വയർ. ടി എത്രയാണ്? ടൈം 6 seconds. 6 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ആംഗുലാർ ആക്സിലറേഷൻ കിട്ടും. ക്ലിയർ അല്ലേ?